മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് ഇടുങ്ങിയതും എന്നാൽ സുപ്രധാനവുമായ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഇറാൻ തീരുമാനിച്ചാലും ഇന്ത്യക്ക് അതിന്റെ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയില്ലെന്ന് റിപ്പോർട്ട്. വ്യവസായ ഉദ്യോഗസ്ഥരുടെയും വിദഗ്ധരുടെയും അഭിപ്രായത്തിൽ ഇന്ത്യ തങ്ങളുടെ എണ്ണ ഇറക്കുമതിയുടെ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട് എന്നതുകൂടാതെ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയാൽ ഉണ്ടാകുന്ന ഏതൊരു ശൂന്യതയെ നികത്താൻ റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ബ്രസീലിൽ നിന്നും ഉൾപ്പെടെ നിരവധി ബദൽ സ്രോതസ്സുകളും നിലവിൽ ലഭ്യമാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സൈനിക സംഘർഷം രൂക്ഷമായിരുന്നപ്പോൾ ലോകത്തിലെ എണ്ണയുടെ 1/5 ഒഴുകുന്നതും ഒരു പ്രധാന LPG കയറ്റുമതി ഗതാഗതവുമായ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതിനുള്ള ഒരു നടപടിക്ക് ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇന്ത്യ അതിന്റെ മൊത്തം എണ്ണയുടെ 40% വാതകത്തിന്റെ പകുതിയോളവും ഇറക്കുമതി ചെയ്യുന്നത് ഈ ഇടുങ്ങിയ ഹോർമുസ് കടലിടുക്ക് വഴിയാണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. വടക്ക് ഇറാനും തെക്ക് ഒമാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിൽ സ്ഥിതി ചെയ്യുന്ന ഹോർമുസ് കടലിടുക്ക് സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, കുവൈത്ത്, UAE എന്നിവിടങ്ങളിൽ നിന്നുമുള്ള എണ്ണ കയറ്റുമതിയുടെ പ്രധാന മാർഗമായി പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ഖത്തറിൽ നിന്നുമുള്ള നിരവധി ദ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതികളും ഈ കടലിടുക്ക് വഴിയാണ് കടന്നുപോകുന്നത്. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതി ഉപഭോഗ രാജ്യമായി ഇന്ത്യ അതിന്റെ അസംസ്കൃത എണ്ണയുടെ 90% ഇറക്കുമതി ചെയ്യുന്നു. അതിനാൽ തന്നെ ഇറക്കുമതിയുടെ 40%-ലധികവും ഹോർമുസ് കടലിടുക്ക് വഴി മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നുമാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യ ഏകദേശം 5.1 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ വിദേശത്ത് നിന്നും കൊണ്ടുവരികയും ഇത് റിഫൈനറികളിൽ പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനാൽ ജൂണിൽ ഇന്ത്യ റഷ്യൻ എണ്ണയുടെ വാങ്ങലുകൾ വർദ്ധിപ്പിച്ചിരുന്നു. സൗദി അറേബ്യ, ഇറാഖ് തുടങ്ങിയ മിഡിൽ ഈസ്റ്റേൺ വിതരണക്കാരിൽ നിന്നുമുള്ള മൊത്തം അളവിനേക്കാൾ ഇന്ത്യ കൂടുതൽ ഇറക്കുമതി റഷ്യയിൽ നിന്നും ചെയ്യുന്നതായി ആഗോള വ്യാപാര വിശകലന സ്ഥാപനമായ കെപ്ലറിന്റെ പ്രാഥമിക ഡേറ്റ വ്യക്തമാക്കുന്നു. ഇന്ത്യ പ്രതിദിനം 2.2 ദശലക്ഷം ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നുവെന്നും ഇത് ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഉപഭോഗത്തിന്റെ 35%-ലധികം റഷ്യയുടെ പങ്ക് നിലനിർത്തുന്നു എന്നും 2 വർഷത്തിലേറെയായി ഈ രീതി പിന്തുടരുന്നുവെന്നും ഈ ഡേറ്റ സൂചിപ്പിക്കുന്നു. പരമ്പരാഗതമായി മിഡിൽ ഈസ്റ്റിൽ നിന്നും അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ 2022 ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈൻ ആക്രമിച്ചതിന് ശേഷം അവിടെ നിന്നും വലിയ അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയിരുന്നു. പാശ്ചാത്യ ഉപരോധങ്ങളും ചില യൂറോപ്യൻ രാജ്യങ്ങൾ പിന്മാറുന്നതും കാരണം മറ്റ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ റഷ്യൻ എണ്ണ ഗണ്യമായ വിലക്കുറവിൽ ലഭ്യമായിരുന്നതുകൊണ്ട് ഇന്ത്യ ഈ അവസരം മികച്ചതായി നോക്കിക്കണ്ടു. ഇത് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ നാടകീയമായ വർധനവിന് കാരണമാകുകയും മൊത്തം അസംസ്കൃത എണ്ണയുടെ 1%-ൽ താഴെയായിരുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 44%-ആയി ഉയരുകയും ചെയ്തു. മെയ് മാസത്തിൽ റഷ്യയിൽ നിന്നുമുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി പ്രതിദിനം 1.96 ദശലക്ഷം ബാരലായിരുന്നു എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. ഇതിനു പുറമെ അമേരിക്കയിൽ നിന്നുമുള്ള ഇറക്കുമതി മെയ് മാസത്തിൽ 2,80,000 ബാരലായിരുന്നത് ജൂണിൽ പ്രതിദിനം 4,39,000 ബാരലായി ഇന്ത്യ ഉയർത്തിയിരുന്നു. ഇന്ത്യയുടെ അറ്റ്ലാന്റിക് സമുദ്ര വ്യാപാര ബന്ധങ്ങളിലെ സ്ഥിരമായ വികാസത്തിന്റെയും വിതരണത്തിലെ വിശാലമായ വൈവിധ്യവൽക്കരണത്തിന്റെയും സൂചനയാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ വിതരണ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ വിലകളിൽ ഹ്രസ്വകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും എണ്ണവില ബാരലിന് $80 ഉയരുമെന്നും വിശകലന വിദഗ്ധർ വ്യക്തമാക്കുന്നു. റഷ്യൻ എണ്ണ ഹോർമുസ് കടലിടുക്കിൽ നിന്നും ലോജിസ്റ്റിക്കായി വേർപെടുത്തി സൂയിസ് കനാൽ, ഗുഡ് ഹോപ്പ് മുനമ്പ് അല്ലെങ്കിൽ പസഫിക് സമുദ്രം വഴി ഒഴുകുന്നതിനാൽ ഈ സംഘർഷങ്ങൾ റഷ്യ എണ്ണ വിതരണത്തെ ബാധിക്കുന്നില്ലെന്ന് കരുതപ്പെടുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടപ്പെട്ടാൽ അമേരിക്ക, പശ്ചിമാഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ പ്രവാഹങ്ങൾ പോലും ചെലവേറിയതാണെങ്കിലും കൂടുതൽ പ്രായോഗികമായ ബാക്കപ്പ് ഓപ്ഷനുകളായി ഇന്ത്യക്ക് മുന്നിൽ നിലനിൽക്കുന്നു. ഇന്ത്യയുടെ പ്രധാന വാതക വിതരണക്കാരായ ഖത്തർ ഇന്ത്യയിലേക്കുള്ള വിതരണത്തിനായി ഹോർമുസ് കടലിടുക്ക് ഉപയോഗിക്കുന്നില്ല എന്നതും ഇന്ത്യയുടെ മറ്റ് ദ്രവീകൃത പ്രകൃതിവാതക സ്രോതസ്സുകളായ ഓസ്ട്രേലിയ, റഷ്യ, അമേരിക്ക എന്നിവിടങ്ങളും ഈ അടച്ചുപൂട്ടലിന് വിധേയമാകുന്നില്ല എന്നതും ഇന്ത്യക്ക് അധിക എഡ്ജ് നൽകുന്നു. ഏതൊരു കുറവ് നികത്താൻ ഇന്ത്യക്ക് അതിന്റെ തന്ത്രപരമായ കരുതൽ ശേഖരത്തിൽ നിന്നും എണ്ണ പുറത്തുവിടാൻ കഴിയുമെന്നത് കൂടാതെ ഉയർന്ന ചരക്ക് ചെലവിൽ എണ്ണ ഇറക്കുമതിക്കായി അമേരിക്ക, നൈജീരിയ, അങ്കോള, ബ്രസീൽ എന്നിവയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇന്ത്യക്ക് കഴിയും. ഇന്ത്യ ടുഡേ TVക്ക് നൽകിയ അഭിമുഖത്തിൽ മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിനിടയിൽ എണ്ണ വിലയിലെ കുതിച്ചുചാട്ടത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി തള്ളിക്കളയുകയും സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനാവുന്നതാണെന്നും ഊർജ്ജ നിരക്കുകൾ നിയന്ത്രണത്തിലാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു.